വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. തൃശൂർ ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശാ കിരൺ ഏജൻസിക്കെതിരെ 32 ഉദ്യോഗാർത്ഥികളാണ് പരാതിയുമായി എത്തിയത്. പുതുജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി വിദേശത്തേക്ക് പോയ പലരും അവിടെ എത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിയുന്നത്. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെന്നും തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചാലക്കുടി ട്രഷറിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആശാ കിരൺ ഇമിഗ്രേഷൻ സർവീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് തൊഴിൽ തട്ടിപ്പ് ആരോപണമുയരുന്നത്. ഉയർന്ന ശമ്പളത്തിൽ വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ശേഷം കബളിപ്പിക്കപ്പെട്ടു എന്നാണ് പരാതി. 2023-ലും 24-നുമായി ഏജൻസി വഴി സ്ലൊവേനിയയിലേക്ക് കുടിയേറി വഞ്ചിതരായവരാണ് പരാതിക്കാരായ 32 പേർ. ഇവരിൽ മടങ്ങിയെത്തിയവർ തിരുവനന്തപുരത്തും തൃശൂരുമായുമാണ് പരാതി നൽകിയിരിക്കുന്നത്. കുറെ ഡിലേ എടുത്തു. 2025-ലേക്കാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അതിന് മുന്നേ നമ്മളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ സ്റ്റഡി അബ്രോഡിന് എഗ്രിമെൻ്റ് ഇല്ല, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിട്ട് പൈസ അടപ്പിച്ചു. ഏകദേശം ഒരു 6500 യൂറോളം ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നു. അതല്ലാതെ വേറെ എമൗണ്ടുകളായിട്ടും ഇവർ ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളത് അടച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു വിസയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആയിരുന്നില്ല അത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരിൽ നിന്നും 6.5 ലക്ഷം രൂപ ബാങ്ക് വഴി ഏജൻസി കൈപ്പറ്റിയെന്ന് പരാതിക്കാർ പറയുന്നു. എന്നാൽ വിസ ലഭിച്ച് സ്ലൊവേനിയയിൽ എത്തിയപ്പോഴാണ് പലരും തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. ഏജൻസി വാഗ്ദാനം ചെയ്ത ജോലി ആർക്കും ലഭിച്ചില്ല. സ്റ്റുഡന്റ് വിസയിൽ എത്തിയവർക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് പറഞ്ഞ കോളേജോ യൂണിവേഴ്സിറ്റിയോ കണ്ടുകിട്ടിയില്ല. നമുക്ക് തന്നിട്ടുള്ള വിസ 26 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്ന വിസയായിരുന്നു. ഇവർ ഞങ്ങളോട് ഉറപ്പ് നൽകുന്ന കോളേജ് വിസ എന്നാണ്. ഇവരെപ്പോഴും പറയുന്ന കോളേജ് എന്നാണ്. സുരേഖ് എന്ന് പറഞ്ഞ കോളേജ്. പക്ഷെ അതൊരു കോളേജ് അല്ലായിരുന്നു, ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമായിരുന്നു. അത് 23-ൽ ഇവർ അയച്ച ബാച്ചിൻ പ്രകാരം അവർ കേസ് കൊടുത്ത് പറയാം ബ്ലാക്ക് ലിസ്റ്റിൽ, സ്ലൊവേനിയയിലെ ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റിൽ ഒരു കോളേജ് അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ പുതിയ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് കോളേജ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടില്ല എന്ന്. ഇവിടുന്ന് ഈ ഏജൻസി ഞങ്ങളോട് ഉറപ്പ് നൽകിയിരുന്നത് അവിടെ ചെന്നതിന് ശേഷം, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള പോലെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നുള്ളതാണ് ഇവർ വാക്കാലെ ഉറപ്പ് വരുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി VR രജീഷ്, മേലൂർക്കുന്ന് സ്വദേശി ടിനി ജോർജ്, മൂവാറ്റുപുഴ സ്വദേശിനി ശ്വേത, പാലക്കാട് സ്വദേശി ജിനു ചാക്കോ, കൊടകര സ്വദേശിനി മരിയ എന്നിവർ നാട്ടിൽ തിരിച്ചെത്തി. മറ്റുള്ളവർ ഇപ്പോഴും സ്ലൊവേനിയയിൽ തുടരുകയാണ്. തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ തിരുവനന്തപുരത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ റൂറൽ SP-യെ നേരിട്ട് കണ്ടു നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.